എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം. ഞങ്ങൾ മൊഡ്യൂൾ നമ്പറിലും 3 ലെക്ചർ നമ്പറിലുമാണ് 27. അവസാന ക്ലാസ്സിൽ നമ്മൾ ഒരു 3 ഡൈമെൻഷണൽ ഒബ്ജക്റ്റ് നിർമ്മിച്ചു. ഉദാഹരണത്തിന് ഈ കാര്യം എടുത്താൽ, ഈ വസ്തു എടുത്താൽ നമ്മൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എന്നിവ നിർമ്മിക്കാൻ ശ്രമിച്ചു. ഹോംവർക്ക് പ്രോബ്ലം എന്ന നിലയിൽ ഞങ്ങൾ ഈ സൈഡ് വ്യൂ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. ഈ പ്രശ്നത്തിനുള്ള സൊല്യൂഷന് ഇത് ആണ്. ഇവിടെ നമ്മൾ ടോപ്പ് വ്യൂ ലൈനുകൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഫ്രണ്ട് വ്യൂ ലൈനുകൾ ഇവിടെ യോജിക്കുന്നു. കൂടാതെ സൈഡ് വ്യൂ ആ ലൈനുകളിലുടനീളം പൂർണ്ണമായും പരിമിതമായിരിക്കും. ഈ വസ്തു ഇവിടെ പ്രൊജക്റ്റ് ചെയ്യും. ഈ വൃത്തം ഇവിടെ പ്രൊജക്റ്റ് ചെയ്യും. ആ വൃത്തത്തിന്റെ കേന്ദ്രം അവിടെ പോകുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ വിവിധ വസ്തുക്കൾക്കായി ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ നോക്കും. ഈ ഗോവണിയുടെ ഓർത്തോഗണൽ പ്രൊജക്ഷൻസ് നോക്കാം. അതിനാൽ ഇവിടെ നമുക്ക് ഒരു ബ്ലോക്ക് ഉണ്ട്. 30 mm ചതുരാകൃതിയിലുള്ള ബ്ലോക്ക് ഉണ്ട്. 30 mm 30 mm ബ്ലോക്ക് ഈ ബോക്സിൽ യോജിച്ചേക്കാം. അതിനാൽ ഞങ്ങൾ ആ ബോക്സിനുള്ളിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മുഴുവൻ ഗോവണി നിർമ്മാണവും ഒത്തുചേരുന്നു. ഞങ്ങൾ ഈ ഗോവണി കണക്ഷൻ നോക്കുമ്പോൾ ആദ്യ പടി 10 mm അകലെയാണ്, രണ്ടാമത്തെ പടിയും 10 mm ആണ്. ശേഷിക്കുന്നതും 10 mm വീതമാണ്. ഈ ദിശയിൽ 15 mm ശേഷം നമുക്ക് മറ്റൊരു 15 mm ഈ സ്റ്റെപ്പ് ലെങ്ത് ഉണ്ട്. ഇതും മറ്റൊരു 15 mm ആണ്. കൂടാതെ ഇത് നമുക്ക് ലഭിക്കാൻ പോകുന്ന മറ്റൊരു 15 mm ആണ്. അത്തരം നിർമ്മാണങ്ങൾ ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇത് ഘട്ടം ഘട്ടമായി നോക്കാം. ആദ്യം നമുക്ക് വ്യൂകൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ദിശയിൽ സംഭവിക്കുന്ന പരമാവധി അളവുകളും ദൃശ്യതയും. അതിനാൽ ഇത് എടുക്കുക. ഇത് ഫ്രണ്ട് വ്യൂ ദിശയിലേക്ക് തിരഞ്ഞെടുക്കുക. ഇത് ടോപ്പ് വ്യൂ ദിശ. ഇത് സൈഡ് വ്യൂ ദിശയായിരിക്കും. ഇപ്പോൾ ഈ വ്യൂകൾ വ്യത്യസ്ത പ്ലെയിനുകൾക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഇത് പ്രൊജക്ഷൻ പ്ലെയിനിന്റെ ആദ്യ ക്വാഡ്രന്റിൽ ആയിരിക്കും. അതിനാൽ ഞാൻ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഉപരിതലത്തിന്റെ പിൻഭാഗം അതാര്യമായിരിക്കും. ഈ ഭാഗം മുഴുവൻ ആ പ്ലെയിനിലേക്ക് ഫ്രണ്ട് വ്യൂ ആയി ഞങ്ങൾ കാണുന്നത് ആണ് ഈ മജന്ത ഭാഗം പടികളായി. അതിനാൽ ഈ മജന്ത ഭാഗം നമുക്ക് ആ അതാര്യമായ തലത്തിൽ പടികളായി കാണാം. കാരണം നമുക്ക് ഈ പ്രതലങ്ങൾ കാണാൻ കഴിയില്ല. ബാക്കിയുള്ള ഉപരിതലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഭാഗത്തോടൊപ്പം ഈ പർപ്പിൾ നിറമാണ്. അതിനാൽ ആ കേസിനായി നമ്മൾ എന്ത് കാണും? ഈ ഘട്ടം ഞങ്ങൾ കാണും. അതിനാൽ ഈ പർപ്പിൾ 1, ഈ പർപ്പിൾ 1, ഈ മജന്തയും ഈ മജന്ത ഭാഗം കാഴ്ചയുമായി പൊരുത്തപ്പെടുന്നു. നമുക്ക് ടോപ്പ് വ്യൂ നോക്കാം. അതാര്യമായ തലം താഴെയാണ് എന്നതാണ് ടോപ്പ് വ്യൂവിലെ ദിശ. അതിനാൽ ഞങ്ങൾ ഇത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ L ആകൃതിയിലുള്ള ഒന്ന് ഇവിടെ L ആകൃതിയിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗം അവിടെ ദൃശ്യമാകും വിധം
ഈ ഘട്ടം അവിടെ ദൃശ്യമാകും. ഒരു ദീർഘചതുരമായും ഈ ചുവട് മറ്റൊരു ദീർഘചതുരമായി കാണാം. ഞങ്ങൾ നോക്കുകയാണെങ്കിൽ സൈഡ് വ്യൂവിന് സമാനമായി. ഇതാണ് സൈഡ് വ്യൂ ദിശ. ഈ എൽ രൂപം നമ്മൾ പ്രധാനമായും കാണും. ആ എൽ രൂപം ഇതായിരിക്കും. ഈ ഉപരിതലം നമുക്ക് ദൃശ്യവൽക്കരിക്കാൻ കഴിയില്ല. ഈ ഉപരിതലം നമുക്ക് കാണാൻ കഴിയില്ല. എന്നിരുന്നാലും ഈ ഉപരിതലവും ആ ഉപരിതലവും പ്രധാനമായും ദൃശ്യമാണ്. അതിനാൽ ഈ മുഴുവൻ ദീർഘചതുര ഭാഗം ദൃശ്യമായിരിക്കും. അതുപോലെ ഈ ദീർഘചതുര ഭാഗം അവിടെയും കാണാം. അതാണ് സൈഡ് വ്യൂ ആയി കാണേണ്ടത്. അതിനുശേഷം ഞങ്ങൾ ചെയ്യുന്നത്, കാരണം ആദ്യത്തെ ക്വാഡ്രന്റ് കാര്യമാണ്, ഈ അതാര്യമായ തലം ടോപ്പ് വ്യൂവിനായി ഇവിടെ വരുന്നു. ഈ ഫ്രണ്ട് വ്യൂ ഈ ലെവലിൽ വരുന്നത് അത് തുറക്കുന്നതിലൂടെയാണ്. ഈ ദിശയിൽ നാം അത് ചുരുളഴിയണം. അതിനാൽ നമ്മുടെ സൈഡ് വ്യൂ ഇവിടെ വരുന്നു. ഇവിടെ നമ്മൾ സൈഡ് വ്യൂവിൽ നിന്ന് ഇടത് ദിശയിൽ നിന്ന് വലത്തേക്ക് നോക്കുന്നു. അതിനാൽ ഇത് ഇടത് വശത്തെ വ്യൂ ആണ്. ഈ പ്രൊജക്ഷനുകൾ ഞങ്ങൾ നിർമ്മിക്കേണ്ട രീതിയാണിത്. അതിനാൽ അത് ഷീറ്റിൽ വരച്ചതിന് ശേഷം ആദ്യം ഒരു ഫ്രണ്ട് വ്യൂ ഞങ്ങൾ അത് നിർമ്മിക്കും. ഇത് 10 mm ആണെന്ന് കരുതപ്പെടുന്നു. വീണ്ടും 10 mm. ഇത് 10 mm ആണ്. ഇത് 30 mm ആയിരിക്കും. അതിനാൽ ഒരു 30 മുതൽ 30 സ്ക്വയർ ഞങ്ങൾ അത് നിർമ്മിക്കും. അതിൽ 15 mm 10 mm ഉയരും. ഒരു ബ്ലോക്ക് നിർമ്മിക്കുക. വീണ്ടും 10 mm മുകളിൽ പോകുക. ഒരു ബ്ലോക്ക് നിർമ്മിക്കുക. മറ്റൊരു 10 mm മുകളിൽ പോകുകയും ഞങ്ങൾ ഒരു ബ്ലോക്ക് നിർമ്മിക്കുകയും ചെയ്യും. അത് ചെയ്തുകഴിഞ്ഞാൽ ഈ ലൈനുകൾ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഒരു വിടവ് വിടുക. നമ്മൾ കണ്ടത് പോലെയാണ്. 4 mm മുതൽ 20 mm വരെയുള്ള വിടവ് സാധാരണയായി നമ്മൾ ചിത്രത്തെ അടിസ്ഥാനമാക്കി ഉപേക്ഷിക്കുന്നു. 30 mm കൊണ്ട് വീണ്ടും ഒരു ചതുരം കൂടി നിർമ്മിക്കുക. അതിൽ ഈ ലൈനുകൾ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടും. ഈ ലൈനുകൾ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടും. ഞങ്ങൾ കാണാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ബ്ലോക്കുകളാണ്. ഇതാണ് ഞങ്ങൾ ടോപ്പ് വ്യൂ നിർമ്മിക്കുന്ന രീതി. ഇത് ചെയ്തുകഴിഞ്ഞാൽ ഈ ദിശയിലുള്ള പ്രോജക്റ്റ് ലൈനുകൾ നിർമ്മിക്കാൻ കാരണം ഇതാണ് ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും കുറഞ്ഞത് 20 mm ഓളം വിടുക. ഒരു തരം വിടവ് 30 mm മുതൽ 30 mm വരെ ചതുരം ഉണ്ടാക്കുക. ഈ ലൈനുകൾ പ്രോജക്റ്റ് ചെയ്യുക. ഇത് നിർമ്മിക്കുക. അതിനാൽ പ്രൊജക്ഷന് ശേഷം നമുക്ക് ഈ ചിത്രം ലഭിക്കുമെന്ന് തോന്നുന്നു. അതിനാൽ ഈ വിഭാഗത്തിന്റെ ഗൃഹപാഠമായി നമുക്ക് ഈ ഒബ്ജക്റ്റ് ഇത്തരത്തിലുള്ള പിൻ ദൃശ്യമാക്കാം. അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ബേസ് ഉണ്ട്. ഒരു ബേസ് പ്ലേറ്റ് ഉണ്ട്. ഒരു ചതുരാകൃതിയിലുള്ള പ്ലേറ്റ്. ഇത്തരത്തിലുള്ള പിൻ സോൾഡർ ചെയ്തതോ ഘടിപ്പിച്ചതോ ആണ് ഇത്. അതിനാൽ നിങ്ങൾക്ക് ഇത് രണ്ട് വസ്തുക്കളെ പോലെ ചിന്തിക്കാം. ഒന്ന് ഈ പ്ലേറ്റ് ചുവടെ ഉള്ളത്. അതിനാൽ ഈ ഡാഷ് ആ വഴി പോകുന്നു. മുകളിൽ ഒരു പ്ലേറ്റ്. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പിരമിഡ് സ്ട്രക്ചർ ഉണ്ട്. അത് ഒരു പിൻ പോലെയാണ്.
ഞങ്ങൾക്ക് അത് ഉള്ളത്. അതിനാൽ അത്തരം പിൻ ആണ് ആദ്യത്തേതും രണ്ടാമത്തെ ഭാഗവുമാണ്. അതിനുശേഷം ഞങ്ങൾ ഈ രണ്ടാമത്തെ ഭാഗം അതിന്റെ മുകളിൽ ഘടിപ്പിച്ചുകഴിഞ്ഞാൽ അത് പോലെ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വസ്തുവിന്റെ കാഴ്ചപ്പാടുകൾ നിർമ്മിക്കാൻ കഴിയും. ഒന്നാമതായി അത് ചെയ്യുന്നതിന് നമ്മൾ തീരുമാനിക്കണം ഏത് ദിശയിലാണ് പരമാവധി അളവും കുറഞ്ഞ മറഞ്ഞിരിക്കുന്ന ലൈനുകളും നൽകുന്നത്. ഞങ്ങൾ ഇത് ഈ ദിശയിൽ ഫ്രണ്ട് വ്യൂ ആയി തിരഞ്ഞെടുക്കും. ഞങ്ങൾ അത് ദൃശ്യവൽക്കരിക്കുമ്പോൾ ഇതാണ് ഫ്രണ്ട് വ്യൂ ദിശ. ഈ പ്ലേറ്റ് മുഴുവനായി ഇവിടെ കാണാനുള്ള ഒരു സ്ഥാനമായിരിക്കും ഞങ്ങൾക്ക്. ഈ ലൈന് ആ ലൈനിൽ മാപ്പു ചെയ്യുന്നു. ഈ ഭാഗം മുഴുവനും നമുക്ക് കാണാം. ഈ ലൈനുകൾ അതിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഈ ലൈനുകളും അതിലേക്കുള്ള മാപ്പുകളും ഇത്യാദിയാണ്. അതിനാൽ ഞങ്ങൾ ഫ്രണ്ടൽ വ്യൂ വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ കാണപ്പെടുന്നു. അവിടെയും ഇവിടെയും ഒരു ത്രികോണ ഭാഗമുണ്ട്. അതുപോലത്തെ വരുമെന്ന് കരുതുന്നു. താഴെ ഒരു നിശ്ചിത ഉയരത്തിൽ മറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള എന്തോ ഒന്ന് പോകുന്നു. ഒരു സ്ലോട്ട് ഉണ്ട്. അതിനാൽ ഞങ്ങൾക്ക് അത്തരമൊരു കാര്യം ഉണ്ടായിരിക്കണം. ഞങ്ങൾ ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുന്നു. ഈ മുഴുവൻ കാര്യങ്ങളും ഇതിന് സമാന്തരമായി പോകുന്നു. ഞങ്ങൾ ഈ ദീർഘചതുരം കാണാൻ പോകുന്നു. അതിനാൽ ഒരുപക്ഷേ ഈ മുഴുവൻ ദീർഘചതുരവും നമുക്ക് കാണാം. മധ്യത്തിൽ ഒരു ലൈൻ പോലെ എന്തോ ഉണ്ട്. അതിനാൽ ഇവിടെ എവിടെയെങ്കിലും ഇവിടെ ഒരു ലൈൻ കാണേണ്ടതുണ്ട്. ആ ലൈൻ ഈ പോയിന്റുകളിൽ ചേരണം. അതായത് ഇവിടെ എവിടെയെങ്കിലും ഞങ്ങൾ അതിൽ ചേരണം. അതിനാൽ നമുക്ക് ഈ ഭാഗം നീക്കം ചെയ്യാം. അതിനാൽ ഈ ഘട്ടത്തിൽ ഈ പോയിന്റിൽ രണ്ട് വരികൾ ത്രികോണ ഫോർമാറ്റിൽ കണ്ടുമുട്ടണം. അതുപോലെ ബാക്ക് സൈഡ് ഞങ്ങൾക്ക് ആ ത്രികോണാകൃതിയിലുള്ള ഭാഗങ്ങൾ അവിടെ കാണാൻ കഴിയും. അതിൽ കനമുണ്ട്. അത് അവിടെ വരുന്നു. അതിനാൽ അവർ വീണ്ടും ആകണം. കുറച്ച് കനം ഇവിടെയും കുറച്ച് കനം അവിടെയും. കാരണം ആ സ്ഥലത്തെ കണ്ടുമുട്ടുന്ന ആ ദിശയിലേക്ക് പോകേണ്ട ഒരു ലൈൻ. ഈ നീളം ഹ്രസ്വ നീളത്തേക്കാൾ വലുതാണ്. അതിനാൽ അതിനെക്കുറിച്ച് കണ്ടുമുട്ടണം. ഇത് കാണേണ്ട ഒരു ലൈന് ഉണ്ടായിരിക്കണം. അതിനാൽ ഈ ദൃശ്യമാകുന്ന വഴി കാരണം ഇത് ഇവിടെ നിന്ന് അവിടേക്കുള്ള ഒരു തുടർച്ചയായ ലൈന് ആണ്. ഇത് മുഴുവൻ ത്രികോണത്തെയും ബന്ധിപ്പിക്കുന്നു. ഇവ രണ്ടും കൂടിച്ചേരണം. കാരണം ആ വശത്തുള്ള ഈ ലൈൻ നമുക്ക് കാണാം. അതിനാൽ ഞങ്ങൾ അത് നിർമ്മിക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ പോലുള്ള ചില കാഴ്ചപ്പാടുകൾ മാച്ച് ഇത് ഞങ്ങൾക്ക് ലഭിക്കുന്ന രീതിയാണ്. ഞങ്ങൾ വരച്ച ഈ ഭാഗമാണ് ഞങ്ങൾ വരച്ചത്. ഇതും ഞങ്ങൾ വരച്ചതാണ്. ഈ ഭാഗവും ഞങ്ങൾ വരച്ചു. എന്നാൽ ഈ ലൈനുമായി മാച്ച് ചെയ്യണം. അതിനാൽ ഇത് ഒരു അടഞ്ഞ വസ്തുവായിരിക്കണം. ഞങ്ങൾ കാണേണ്ടതായിരുന്നു. വളരെ നന്ദി. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കൂടി വ്യത്യസ്തമായ പ്രശ്നങ്ങളും അവയുടെ വ്യൂകൾ എങ്ങനെ നിർമ്മിക്കാം എന്നും കൂടി നോക്കും.